നമസ്കാരം. ജീവിതത്തിൽ പലവിധ ആഗ്രഹങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നവർ തന്നെയാണ് ഏവരും. എന്നാൽ ഈ ആഗ്രഹങ്ങൾ പലപ്പോഴും നടക്കുമോ ഇല്ലയോ എന്ന ആശങ്ക പലരിലുമുണ്ട്. അല്ലെങ്കിൽ നടക്കാനുള്ള സാധ്യതകളെ കുറിച്ച് പലരും ആശങ്കപ്പെടുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലുള്ള ആ ആഗ്രഹങ്ങൾ, മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായ ആ ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്ന് ഈ തൊടുകുറിയിലൂടെ വിശദമായി തന്നെ അറിയാം. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇവിടെ തന്നിരിക്കുന്നത് 2 പക്ഷികളുടെ ചിത്രമാണ്. അതിൽ ആദ്യത്തേത് ഒരു മൈനയുടെ ചിത്രമാണ്. രണ്ടാമത്തേതായ ചിത്രം കാക്കയുടെ ചിത്രമാകുന്നു. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നതായ ആ കാര്യങ്ങളെക്കുറിച്ചും ആഗ്രഹങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ മനസ്സിലാക്കാം. ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ 2 ചിത്രം തിരഞ്ഞെടുക്കുവാൻ ഏവരും ശ്രമിക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ ചിത്രമായ മൈനയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. വളരെയധികം അനുഗ്രഹം, ഈശ്വരാനുഗ്രഹം, ഈശ്വര കടാക്ഷം ജീവിതത്തിലുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അത് നിങ്ങളുടെ പ്രവൃത്തി മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെയാകുന്നു. എന്നാൽ എന്തൊക്കെയോ തടസ്സങ്ങൾ മൂലം, പ്രശ്നങ്ങൾ മൂലം ജീവിതത്തിൽ വളരെയധികം വേദനകൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നതായ വ്യക്തികളാണ് നിങ്ങൾ. ഇന്നീ കാണുന്ന ജീവിതവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായി പൊരുത്തപ്പെട്ടു പോകുവാൻ നിങ്ങൾ ധാരാളമായി സമയം എടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതം നോക്കുകയാണ് എങ്കിൽ ധാരാളം കഷ്ടപ്പാടിന്റെയും ദുരിതങ്ങളുടെയും വേദനകളുടെയും ഒറ്റപ്പെടലിന്റെയും അത്തരം കാര്യങ്ങളാണ്, ദിവസങ്ങളാണ് എന്ന് തന്നെ പരാമർശിക്കാം. ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ്. എല്ലാം എന്നല്ല, ഇതിൽ പലതും അല്ലെങ്കിൽ ചിലതെങ്കിലും നിങ്ങളിൽ പലരിലും ഇത്തരം ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ അതിനെയെല്ലാം മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അതിനെയൊക്കെ മാറ്റിക്കൊണ്ട് സർവേശ്വരന്റെ അനുഗ്രഹത്താൽ അതിനെ മാറ്റി ജീവിതത്തിൽ ഒരുപാട് നന്മകൾ കൊണ്ടുവരുവാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരും എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടോ, എന്തെല്ലാം കണ്ണുനീർ ഉണ്ടോ, അതെല്ലാം മാറി ഈശ്വരാനുഗ്രഹത്താൽ വലിയ രീതിയിലുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും എന്നും കാണുവാൻ സാധിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ കണ്ണുനീർ കണ്ട്, നിങ്ങളുടെ വിഷമങ്ങൾ കണ്ട് പലരും സന്തോഷിക്കുന്നുണ്ടാകാം. അത് നിങ്ങൾക്ക് ദുഃഖങ്ങളും വിഷമങ്ങളും നൽകുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. നിങ്ങളെ തള്ളി പറഞ്ഞവർ പോലും നിങ്ങൾക്കൊപ്പം നിൽക്കുന്നതായ സാഹചര്യം കടന്നു വരും എന്ന് തന്നെ പരാമർശിക്കാം. വലിയ അനുഗ്രഹങ്ങൾ തന്നെയാണ് ഈശ്വര കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാനായി പോകുന്നത് എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. ജീവിതത്തിൽ പല വിധത്തിലുള്ള കഷ്ടതകളും ഇന്നേ വരെ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. മാറി മാറി ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കടന്ന് വന്നുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് വാസ്തവം. ഒരു നിമിഷം പോലും സന്തോഷമോ സമാധാനമോ നിങ്ങൾക്ക് നിലനിർത്തുവാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. സന്തോഷം കടന്നു വന്നാലും അതിന് ആയുസില്ലാത്തതായ അവസ്ഥ. ഉടനെ ഏതെങ്കിലും ദുഃഖങ്ങൾ, ആശങ്കകൾ മനസ്സിലേക്ക് കടന്നു വരുന്നതായ സാഹചര്യം. എന്നാൽ അനുഗ്രഹ നിമിഷങ്ങൾ
അധികം താമസിയാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. അനുഭവിക്കുന്നതായ കഷ്ടതകളിൽ നിന്നും മോചനം ലഭിക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരും എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. അനുഗ്രഹ നിമിഷങ്ങൾ ജീവിതത്തിൽ ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ ലഭ്യമാകും എന്നും കാണുവാൻ സാധിക്കുന്നതാണ്. അതിൽ യാതൊരുവിധ സംശയവും നിങ്ങൾക്ക് വേണ്ട. ധാരാളം ചതികൾ അല്ലെങ്കിൽ വഞ്ചനകളുടെ അനുഭവം നിങ്ങൾക്ക് പറയുവാനുണ്ട്. അത് പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നാണ് എന്നത് നിങ്ങളുടെ വിഷമം ഇരട്ടിപ്പിക്കുന്നതായ ഒരു കാര്യം തന്നെയാകുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി കടം വാങ്ങിയും മറ്റുള്ളവരെ സഹായിച്ചും മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം കുടുംബത്തെ അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തെ മറന്നുപോയ വ്യക്തികളാണ് നിങ്ങൾ. അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി സ്വയം മറന്നുപോയ വ്യക്തികളാണ് നിങ്ങൾ. ജീവിക്കാൻ പലപ്പോഴും മറന്നുപോയി എന്നതാണ് വാസ്തവം. ഇത്തരത്തിലുള്ള അവസ്ഥയിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഇപ്പോൾ ചില തിരിച്ചറിവുകൾ നിങ്ങൾക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു എന്നത് വാസ്തവമാണ്. നിങ്ങളുടെ സഹായം കൊണ്ട് രക്ഷപ്പെട്ട വ്യക്തികൾ പോലും നിങ്ങൾക്ക് വേണ്ട പ്രാധാന്യം നൽകാത്ത അല്ലെങ്കിൽ നിങ്ങളിൽ മറന്നു പോകുന്നതായ സാഹചര്യം പോലും അവരിലുണ്ട് എന്നത് നിങ്ങൾക്ക് സഹിക്കാൻ സാധിക്കുന്നതായ കാര്യമല്ല. എന്നാൽ ഈശ്വരൻ അതെല്ലാം കാണുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി അതെല്ലാം കാണുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ നിങ്ങൾ ഭയപ്പെടേണ്ടതായിട്ടില്ല. നിങ്ങൾ അനുഭവിക്കുന്നത് വേദനകൾ തന്നെയാണ്. എന്നാൽ അതിൽ മാറ്റങ്ങൾക്കുള്ള സമയം ആഗതമാകുന്നു എന്നുള്ളതാണ്. ആഗ്രഹിച്ചതായ ചിലത് നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നും കാണുവാൻ സാധിക്കുന്നു. ചിലർ വ്യക്തികൾ നിങ്ങൾക്കെതിരായി നിന്ന് അതിൽ തടസ്സങ്ങൾ ഭംഗം സൃഷ്ടിക്കുവാൻ ശ്രമിച്ചു എന്ന് വരാം. എന്നാൽ പലപ്പോഴും അവർ വിജയിച്ചു എങ്കിലും ഇത്തവണ അവർ വിജയിക്കുവാനുള്ള സാധ്യത തുലം കുറവാണ് എന്ന് തന്നെ പരാമർശിക്കാം. ഈശ്വര കടാക്ഷം നിങ്ങളിലുണ്ട്. അതിനാൽ പ്രവൃത്തികൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതിലൂടെ അത് നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. രണ്ടാമത്തെ ചിത്രമായ കാക്കയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. തീർച്ചയായും ജീവിതം വളരെയധികം പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതാണ് വാസ്തവം. ചുരുക്കി പറയുകയാണ് എങ്കിൽ കഷ്ടതയുടെ നാളുകൾ തന്നെയാണ് നിങ്ങൾക്കുള്ളത്. അല്ലെങ്കിൽ വിഷമതകൾ, ഒറ്റപ്പെടുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം. ചുരുക്കം ചില ആളുകൾക്ക് പല പ്രയാസങ്ങളിലൂടെയും, അതായത് നിങ്ങളിലുള്ള ചുരുക്കം ചില വ്യക്തികളെങ്കിലും അത്തരം സാഹചര്യങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു എങ്കിലും ഈശ്വര കടാക്ഷത്താൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധ്യത നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയാണ് കാണുവാൻ സാധിക്കുന്നത്. എപ്പോഴും സങ്കടം തന്നെയാണ് എന്നതാണ് വാസ്തവം. അത് ചുറ്റുമുള്ളവർക്കും മനസ്സിലാകുന്ന കാര്യമാകുന്നു. ജീവിതത്തിൽ അഥവാ നിങ്ങൾ ജീവിക്കുന്ന ഓരോ നിമിഷവും സങ്കടങ്ങൾ നിറഞ്ഞതാണ്. എന്നാൽ മറ്റുള്ളവർ നോക്കുമ്പോൾ നിങ്ങൾക്ക് സങ്കടമില്ല എന്ന് തോന്നാം. അവരുടെ ജീവിതം എത്ര മനോഹരം എന്ന രീതിയിൽ പലരും പരാമർശിക്കുന്നതാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് മാത്രമേ അറിയൂ. സങ്കടങ്ങൾ, വിഷമതകൾ മാറണം എങ്കിൽ തീർച്ചയായും നിങ്ങൾ കഠിനമായി അധ്വാനിക്കേണ്ടത് അനിവാര്യമാണ്. കഠിനമായി അധ്വാനിക്കാത്ത ഒരു ദിവസം പോലുമില്ല. എന്നിരുന്നാലും ഈ ഫലങ്ങൾക്ക്, ഈ പ്രവർത്തനങ്ങൾക്ക് ഫലം ഉണ്ടാകണം എങ്കിൽ നിങ്ങളുടെ യാതനകൾക്കും പ്രയത്നങ്ങൾക്കും ഈശ്വരാനുഗ്രഹം കൂടിയേ തീരൂ. ആ അനുഗ്രഹം ഉണ്ടാകണം എങ്കിൽ മുടങ്ങിയതായ വഴിപാടുകൾ ഉണ്ടോ എന്ന് നോക്കണം. ആ വഴിപാടുകൾ തീർച്ചയായും നിങ്ങൾ പൂർത്തീകരിച്ചേ സാധിക്കൂ. അല്ലെങ്കിൽ അത് പൂർത്തീകരിച്ചേ പറ്റൂ. ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്കത് നാൾക്ക് നാൾ അഭിവൃദ്ധി, ഉയർച്ച, സന്തോഷം, സമാധാനം, ഈശ്വരാനുഗ്രഹം വർദ്ധിക്കും എപ്പോഴും. അതിനാൽ തന്നെ ജീവിതത്തിൽ നന്മ വന്നു ചേരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എന്തെങ്കിലും നാണയത്തുട്ടാണ് എങ്കിലും ഏതെങ്കിലും ക്ഷേത്രത്തിൽ ഇടാം എന്ന് നേർന്നിട്ടുണ്ടോ എന്ന്.
അതല്ല വഴിപാടായി നടത്തുവാൻ സാധിക്കാത്തതായ സാഹചര്യമാണ് എങ്കിൽ ആ നടയിൽ പോയി നിങ്ങൾ പിന്നീട് ചെയ്യാം എന്ന രീതിയിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ഇനി അഥവാ ആ ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കാത്ത സാഹചര്യമാണ് എങ്കിൽ വിളക്ക് തെളിയിച്ച് ആ മൂർത്തിയെ മനസ്സിൽ ധ്യാനിച്ച് വഴിപാട് ചെയ്യാം. അല്പം കൂടി സമയം വേണം എന്ന രീതിയിൽ പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാകുന്നു. കുടുംബത്തിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്. കലഹം, അത് സന്തോഷമോ സമാധാനമോ ലഭിക്കാത്തതായ അവസ്ഥ. എന്നാൽ ദേവിയുടെയോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ആ ദേവതകളുടെ അനുഗ്രഹം പലപ്പോഴും ലഭിക്കുന്നില്ല എന്ന അവസ്ഥ നിങ്ങളിലുണ്ട്. അല്ലെങ്കിൽ അത്തരം ചില സംശയങ്ങൾ നിങ്ങൾക്കുണ്ട്. എപ്പോഴും പങ്കാളിയുടെ ഭാഗത്തു നിന്നും വരുന്ന അപമാനങ്ങൾ, വേണ്ടപ്പെട്ടവരിൽ നിന്നും വരുന്ന അപമാനങ്ങൾ, ജീവിതത്തിൽ ഏറ്റുകൊണ്ടിരിക്കുന്നതായ അപമാനങ്ങൾ, ഇതൊക്കെ കാരണം ജീവിതം വളരെയധികം പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എന്നതാണ് വാസ്തവം. ഈ പ്രയാസങ്ങൾ അകലണം, നിങ്ങളുടെ കണ്ണുനീർ മാറണം എന്ന് തന്നെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകും എന്നും കാണുവാൻ സാധിക്കുന്നു. വളരെയധികം സൗഭാഗ്യം ഉണ്ടായാലും ഉയർച്ച ജീവിതത്തിലേക്ക് കടന്നു വരും. ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കില്ല ഈശ്വരൻ അഥവാ ഇഷ്ടദേവത എന്നാണ് അർത്ഥമാക്കേണ്ടത്. സൗഭാഗ്യവും ഉയർച്ചയും നിങ്ങളിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യങ്ങളുണ്ട്. ആരും നിങ്ങളെ ഉപേക്ഷിക്കില്ല എന്നതാണ് വാസ്തവം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജീവിതത്തിൽ നിന്നും ദേഷ്യം അല്പമൊന്ന് മാറ്റി നിർത്തേണ്ടത് അനിവാര്യമാണ്. നിർബന്ധ ബുദ്ധി, ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാത്തതായ മനോഭാവം തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകണം. ദേഷ്യത്തിലെ നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾക്ക് വലിയൊരു സ്ഥാനമുണ്ട് എന്നത് വാസ്തവമാണ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ ചിലർക്ക് അംഗീകരിക്കുവാൻ സാധിക്കണം എന്നില്ല. എന്നാൽ അതേക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുന്നതിലൂടെ ചില കാര്യങ്ങൾ നിങ്ങൾക്കും ബോധ്യമായി തീർന്നു എന്ന് വരാം. പലപ്പോഴും നിങ്ങളെ താഴ്ത്തി കെട്ടിയിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. അത്തരത്തിൽ ഒരു ആയുധമായി മാറുന്നു നിങ്ങൾ എന്നതാണ് വാസ്തവം. കാരണം പലപ്പോഴും പലരും നിങ്ങളെ താഴ്ത്തി കിട്ടുന്നതായ രീതിയിലുള്ള സംസാരമുണ്ട്. അതുപോലും നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്നതായ സാഹചര്യമുണ്ട്. 14 ആഴ്ചകൾക്കകം 14 ആഴ്ചകൾക്കുള്ളിൽ തന്നെ ജീവിതത്തിൽ ദുരിതങ്ങളും ദുഃഖങ്ങളും മാറുവാനുള്ള സാധ്യത നിങ്ങൾക്ക് കൂടുതലാണ് എന്ന് കാണുന്നു. ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടക്കുവാൻ സാധ്യതയുണ്ട് എന്നും കാണുന്നു. ഒത്തിരി സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും എന്നും കാണുവാൻ സാധിച്ചിട്ടുള്ളതാണ്. പ്രധാനപ്പെട്ടതായ ഒരു കാര്യം, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം ഈശ്വരാധീനത്തിന് തന്നെയാണ്. ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈശ്വരാനുഗ്രഹത്തിനായുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ, നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത്. അനുഭവിക്കുന്നത് ദുരിതങ്ങൾ തന്നെയാണ്, പ്രയാസങ്ങൾ തന്നെയാണ്. എന്നാൽ അത് അകലുന്നതായ സാഹചര്യം 14 ആഴ്ചകൾക്കകം ജീവിതത്തിലേക്ക് വന്നു ചേരാം. മാറ്റങ്ങൾ പ്രകടമായി തുടങ്ങും. ആഗ്രഹങ്ങൾക്കായി ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ഈ കാലയളവിൽ അനുകൂലമായി തീരും എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത്. അതിനാൽ ഇപ്പോൾ താൽക്കാലികമായി അനുഭവിക്കുന്ന ആ പ്രശ്നങ്ങൾ, അത് നിങ്ങൾക്ക് ഒഴിവാക്കുവാനുള്ള സമയം ആഗതമാകുന്നു. അത് പരീക്ഷണമായി മാത്രം കണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് നീങ്ങുക.